ആകാശവാണി വാർത്താ വീക്ഷണം. വികസന കുതിപ്പിന് ഇന്ധനം പകർന്ന് ഇന്ത്യ റഷ്യ ഉച്ചകോടി. തയ്യാറാക്കിയത് സി ചന്ദ്രശേഖരൻ, മാധ്യമപ്രവർത്തകൻ. അവതരണം ദീപു എസ് എൽ. രാജ്യാന്തര ബന്ധങ്ങളിൽ സ്ഥിരം ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല, സ്ഥായിയായ താൽപര്യങ്ങളേ ഉള്ളൂ എന്ന പ്രമാണത്തിനപ്പുറം സൗഹൃദത്തിന്റെയും സഹകരണത്തിന്റെയും നൂലിഴ കോർത്ത ബന്ധമാണ് ഇന്ത്യയും റഷ്യയും തമ്മിൽ. ഇരു രാജ്യങ്ങളും നയതന്ത്ര ബന്ധം സ്ഥാപിച്ചിട്ട് 78 വർഷം പൂർത്തിയായി. അന്താരാഷ്ട്ര തലത്തിൽ ഏറെ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചതും ലോകരാഷ്ട്രങ്ങൾക്ക് മാതൃകയായതുമാണ് 7 പതിറ്റാണ്ടുകൾ പിന്നിട്ട ഈ ഉഭയകക്ഷി ബന്ധം. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിനും 4 മാസം മുമ്പാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ആരംഭിച്ചത്. ലോക ചരിത്രത്തിൽ തന്നെ സുവർണ ലിപികളിൽ എഴുതപ്പെട്ട ബന്ധമായി അത് വളർന്നു. കാലം അതിജീവിച്ച ഈ ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്തമായും വികസിച്ചു. സമാധാനത്തിന്റെയും പ്രതിസന്ധിയുടെയും ഘട്ടങ്ങളിൽ റഷ്യ ഇന്ത്യയ്ക്കൊപ്പം നിന്ന ചരിത്രമാണുള്ളത്. കാശ്മീർ, ഗോവ, ബംഗ്ലാദേശ് വിഷയങ്ങളിലും ACO, ബ്രിക്സ് തുടങ്ങിയ രാജ്യാന്തര സംഘടനകളിൽ ഇന്ത്യയ്ക്ക് പ്രവേശനം ലഭിക്കുന്നതിനും റഷ്യയുടെ പിന്തുണ വിസ്മരിക്കാനാവുന്നതല്ല. മാറിയ കാലക്രമത്തിലും പരമ്പരാഗതവും ഊഷ്മളവുമായ ഇന്ത്യ റഷ്യ ഉഭയകക്ഷി ബന്ധത്തിനും പ്രതിരോധ സഹകരണത്തിനും ഉലച്ചിൽ തട്ടിയിട്ടില്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ 2 ദിവസത്തെ ഇന്ത്യ സന്ദർശനം. ഇന്ത്യയ്ക്കു നേരെയുള്ള തീരുവായുദ്ധം US തുടരുന്നതിനിടെയാണ് വ്ളാഡിമിർ പുടിന്റെ സന്ദർശനം. റഷ്യയെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താൻ പടിഞ്ഞാറൻ രാജ്യങ്ങൾ ശ്രമിക്കുന്നതിനിടെയുള്ള വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനം അന്താരാഷ്ട്ര നയതന്ത്ര ലോകവും ഏറെ ഗൌരവത്തോടെയാണ് വീക്ഷിച്ചത്. ചൈന സന്ദർശനത്തിന് ശേഷം ഇന്ത്യയിലെത്തിയ പുടിൻ വ്യക്തമായ ഭൗമ രാഷ്ട്രീയ സന്ദേശമാണ് ലോകത്തിന് മുന്നിൽ വച്ചത്. യുക്രൈൻ യുദ്ധ സാഹചര്യത്തിൽ റഷ്യയെ ഒറ്റപ്പെടുത്താൻ പാശ്ചാത്യ രാജ്യങ്ങൾ നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടുവെന്നും ഏഷ്യയിൽ തന്നെ ശക്തരായ പങ്കാളികളുമായി ദൃഢബന്ധം നിലനിർത്തുന്നുവെന്ന് എതിരാളികളെ അറിയിക്കാനും പുടിൻ ഇന്ത്യ സന്ദർശനം പ്രയോജനപ്പെടുത്തി. യുക്രൈൻ യുദ്ധത്തിന്റെ പേരിലും മറ്റും ഏറെക്കുറെ ലോകരാജ്യങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട അവസ്ഥയാണ് റഷ്യയ്ക്ക്. ഇറാൻ, ഉത്തര കൊറിയ, ചൈന എന്നീ രാജ്യങ്ങൾക്കൊപ്പമാണ് പലരും റഷ്യയെ ചേർത്ത് നിർത്തുന്നത്. ഈ പ്രതിച്ഛായ മാറ്റാനുള്ള അവസരം കൂടിയായി ഇന്ത്യ സന്ദർശനം പുടിൻ മാറ്റിയെടുത്തു. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ്ഘടനയുമാണ്. അതുകൊണ്ട് റഷ്യയെ സംബന്ധിച്ചിടത്തോളം പുടിന്റെ ഇന്ത്യ സന്ദർശനം അവർക്ക് ഏറെ പ്രാധാന്യമുള്ളതാണ്. 2000 ഒക്ടോബറിൽ വ്ളാഡിമിർ പുടിന്റെ ആദ്യ ഇന്ത്യൻ സന്ദർശന വേളയിൽ സ്ഥാപിതമായ ഇന്ത്യ റഷ്യ തന്ത്രപരമായ പങ്കാളിത്ത പ്രഖ്യാപനത്തിന്റെ 25ാം വാർഷിക വേളയിലാണ് ഉച്ചകോടി നടന്നത് എന്നതും ശ്രദ്ധേയം. റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ശേഷമുള്ള പുടിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനം അതീവ പ്രാധാന്യത്തോടെയാണ് ലോകം ഉറ്റുനോക്കിയത്. ഇന്ത്യ റഷ്യ 23ാം ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ഡിസംബർ 4 വൈകുന്നേരം ഡൽഹി വ്യോമസേന വിമാനത്താവളത്തിലെത്തിയ വ്ളാഡിമിർ പുടിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി സ്വീകരിച്ചു. തുടർന്ന് ഇരു രാഷ്ട്ര നേതാക്കളും ഒരേ കാറിലാണ് മടങ്ങിയത്. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നടന്ന അത്താഴ വിരുന്നിൽ പങ്കെടുത്ത പുടിന് നരേന്ദ്രമോദി ഭഗവത്ഗീതയുടെ റഷ്യൻ പരിഭാഷ സമ്മാനിച്ചു. രാഷ്ട്രപതി ഭവനിൽ ആചാരപൂർവ്വം സ്വീകരണം ലഭിച്ച വ്ളാഡിമിർ പുടിൻ രാജ്ഘട്ടിലെത്തി ഗാന്ധി സമാധിയിൽ പുഷ്പചക്രവും അർപ്പിച്ചു. ആധുനിക ഇന്ത്യയുടെ സ്ഥാപകരിൽ ഒരാളും മഹാനായ തത്വചിന്തകനും മാനവികവാദിയുമായ മഹാത്മാഗാന്ധി ലോകമെമ്പാടും സമാധാനം സ്ഥാപിക്കുന്നതിന് വിലമതിക്കാനാവാത്ത സംഭാവന നൽകിയെന്ന് വ്ളാഡിമിർ പുടിൻ അഭിപ്രായപ്പെട്ടു. അമേരിക്കൻ തീരുവ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കിയ സ്വതന്ത്ര ചർച്ചകൾക്ക് ഡൽഹിയിലെ ഹൈദരാബാദ് ഹൌസ് സാക്ഷ്യം വഹിച്ചു. 2 സുഹൃത്ത് രാഷ്ട്രങ്ങളുടെ സമുന്നത ഭരണാധികാരികൾ നടത്തുന്ന പതിവ് സന്ദർശനവും കൂടിക്കാഴ്ചയും എന്നതിലുപരി ആഗോള ഊർജ്ജ പ്രവാഹം, പ്രതിരോധം, ഏഷ്യയുടെ ഭാവി സുരക്ഷാക്രമം എന്നിവയെ സംബന്ധിക്കുന്ന നിർണായക തീരുമാനങ്ങൾക്കും കരാറുകൾക്കും ഉച്ചകോടി വേദിയായി. പാശ്ചാത്യ ഉപരോധം നേരിടുന്ന റഷ്യയുടെ ഏറ്റവും വലിയ എണ്ണ പ്രകൃതിവാതക വിപണി ഏഷ്യയാണ്. ചൈന കഴിഞ്ഞാൽ റഷ്യയുടെ ഏറ്റവും വലിയതും വളരുന്നതുമായ വിപണിയാണ് ഇന്ത്യ. ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ഉപഭോക്താവും ഇറക്കുമതി വിപണിയുമായ ഇന്ത്യയ്ക്ക് വിലക്കിഴിവിൽ ലഭിക്കുന്ന എണ്ണ സാമ്പത്തിക നിലനിൽപ്പിൽ നിർണായകവും ലോക വിപണി വില നിർണ്ണയത്തിൽ പ്രധാനവുമാണ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനുള്ള ശിക്ഷയായാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയ്ക്ക് 25% അധിക തീരുവ ചുമത്തിയത്. ട്രംപിന് തിരിച്ചടിയായി ഇന്ത്യയ്ക്ക് തുടർന്നും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ നൽകുമെന്ന് 23ാം ഇന്ത്യ റഷ്യ ഉച്ചകോടിയിൽ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉറപ്പ് നൽകി. പെട്രോളിയം ഇടപാടിൽ ഡോളറിനെ പൂർണ്ണമായും ഒഴിവാക്കി രൂപ, റൂബിൾ കറൻസിയിൽ നടത്താൻ തീരുമാനമായതും ഉച്ചകോടിയുടെ വിജയമായി വിലയിരുത്തുന്നു. ഡോളറിന്റെ മൂല്യവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇന്ത്യയ്ക്ക് ഇത് വൻ ലാഭമാണ്. റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന്റെ പേരിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക അധിക ചുങ്കപ്പിഴ ചുമത്തുകയും ഇറക്കുമതി ഇന്ത്യ അവസാനിപ്പിക്കുമെന്നും ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തെ തിരസ്കരിക്കുന്നതാണ് വ്ളാഡിമിർ പുടിന്റെ പ്രഖ്യാപനം. റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ 1ാമത്തെ ഇറക്കുമതിക്കാരായ ഇന്ത്യ അമേരിക്കൻ ഉപരോധത്തെ തുടർന്ന് ഇറക്കുമതിയിൽ കുറവ് വരുത്തിയിരുന്നു. അതേസമയം റഷ്യൻ ആണവ ഇന്ധനം വാങ്ങുന്നതിൽ അമേരിക്ക പിന്നോട്ടു പോയിട്ടില്ലെന്നും
അതിനാൽ ഈ വിഷയം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ച ചെയ്യുമെന്നും പുടിൻ വ്യക്തമാക്കി. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള കച്ചവട കരാറിന് ഇനിയും അന്തിമ രൂപം വന്നിട്ടില്ലെന്നതും പുടിൻ ഓർമ്മപ്പെടുത്തി. US താരിഫ് തർക്കങ്ങൾക്കിടെ റഷ്യയുമായുള്ള വ്യാപാരം 10,000 കോടി ഡോളറായി ഉയർത്താനും ഉച്ചകോടിയിൽ ധാരണയായി. സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനുള്ള 5 വർഷത്തെ പദ്ധതിക്കാണ് ഇന്ത്യ റഷ്യ ഉച്ചകോടിയിൽ അംഗീകാരമായത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉയർത്തുന്ന താരിഫ് ഭീഷണികളും പ്രാദേശിക ആഗോള വിഷയങ്ങളടക്കം ഇരു നേതാക്കളും തമ്മിൽ ചർച്ച നടന്നു. വ്ളാഡിമിർ പുടിന്റെ സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്ത്യയും റഷ്യയും സുപ്രധാനമായ 15 കരാറുകളിൽ ഒപ്പിട്ടു. 2030 വരെയുള്ള വികസനവും സഹകരണവുമാണ് കരാറുകളെല്ലാം. ലോകത്ത് ഇന്ന് നിലവിലുള്ളവയിൽ ഏറ്റവും അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്നാണ് റഷ്യയുടെ S-400. സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളെ പോലും വീഴ്ത്താൻ കഴിയുന്ന S-400, S-500, സുഖോയ് 57 യുദ്ധവിമാനം എന്നിവ വാങ്ങുന്നത് ഉച്ചകോടിയിൽ ചർച്ചയായെങ്കിലും പ്രഖ്യാപനം നടന്നില്ല. അത്യാധുനിക 5ാം തലമുറ യുദ്ധവിമാന എഞ്ചിൻ സാങ്കേതിക വിദ്യ ഇന്ത്യയ്ക്ക് കൈമാറാൻ സന്നദ്ധമാണെന്ന് ഉഭയകക്ഷി ചർച്ചയ്ക്കിടെ റഷ്യ സമ്മതിച്ചു. Su-57E വേണ്ടി റഷ്യൻ പ്രതിരോധ സ്ഥാപനമായ യുണൈറ്റഡ് എഞ്ചിൻ കോർപ്പറേഷൻ വികസിപ്പിച്ച ഇസ്ഡലിയ 177S എന്ന ത്രസ്റ്റ് വെക്ടറിംഗ് എഞ്ചിനാണ് ഇന്ത്യയ്ക്ക് കൈമാറാനൊരുങ്ങുന്നത്. സമ്പൂർണ്ണ നിർമ്മാണ രേഖാചിത്രങ്ങൾ, മെറ്റലർജി, ക്രിസ്റ്റൽ ബ്ലേഡ് കാസ്റ്റിംഗ്, പ്ലാസ്മ കോട്ടിങ്ങുകൾ, ടെസ്റ്റ് ബെഡ് പ്രോട്ടോക്കോളുകൾ എന്നിവ ഉൾപ്പെടെയാണ് റഷ്യ ഇന്ത്യയ്ക്ക് കൈമാറുന്നത്. ഇസ്ഡലിയ 177S എഞ്ചിനെപ്പറ്റി ഇന്ത്യയിൽ നിന്നുള്ള സംഘത്തിന് റഷ്യ ഇതിനകം നേരിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ഇതിനു പിന്നാലെയാണ് എഞ്ചിൻ സാങ്കേതിക വിദ്യ ഇന്ത്യയ്ക്ക് കൈമാറാൻ റഷ്യ സന്നദ്ധമാകുന്നത്. ഇന്ത്യയുടെ അടുത്ത തലമുറ യുദ്ധവിമാന വികസനത്തിൽ നിർണായകമായ സാങ്കേതിക വിദ്യ കൈമാറ്റമാകും ഇത് സാധ്യമായാൽ ഉണ്ടാകാൻ പോകുന്നത്. റഷ്യ അവരുടെ സഖ്യകക്ഷികൾക്കാർക്കും ഇത്രയും സുപ്രധാന സാങ്കേതിക വിദ്യ കൈമാറ്റം നടത്തിയിട്ടില്ല എന്നതിൽ നിന്നുതന്നെ ഇന്ത്യ എത്രത്തോളം വിശ്വസനീയ പങ്കാളി എന്ന് വ്യക്തം. ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ റഷ്യയുടെ സാന്നിധ്യം ഏതാണ്ട് 60 മുതൽ 70% വരുമെന്നാണ് കണക്കാക്കുന്നത്. മനുഷ്യ ബഹിരാകാശ യാത്ര അടക്കമുള്ള പദ്ധതികളിൽ ISROയും റഷ്യൻ ഏജൻസി റോസ്കോസ്മോസും തമ്മിലുള്ള മെച്ചപ്പെട്ട പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും ധാരണയായി. ഉപഗ്രഹ നാവിഗേഷൻ, ഗ്രഹപരിവേഷണം തുടങ്ങിയ സമാധാനപരമായ ആവശ്യങ്ങൾക്കായി ബഹിരാകാശം ഉപയോഗിക്കാനുള്ള പദ്ധതികളിൽ ഇന്ത്യയും റഷ്യയും പരസ്പരം ആശ്രയിച്ച് പ്രവർത്തിക്കാനും തീരുമാനമായി. അതോടൊപ്പം റോക്കറ്റ് എഞ്ചിൻ വികസനം, ഉൽപാദനം, ഉപയോഗം എന്നിവയിലുള്ള സഹകരണം തുടരുന്നത് ബഹിരാകാശ രംഗത്ത് 2 രാജ്യങ്ങളുടെയും സാന്നിധ്യം ശക്തിപ്പെടുത്തും. ഭീകരത, വിഘടനവാദം, മയക്കുമരുന്ന് കടത്ത്, അതിർത്തി കടന്നുള്ള സംഘടിത കുറ്റകൃത്യങ്ങൾ, വിവരസുരക്ഷാ ഭീഷണികൾ എന്നിവ ഇരു രാഷ്ട്രങ്ങളും ഒരുമിച്ച് ചേർക്കാൻ തീരുമാനിച്ചു. ഇന്ത്യ, റഷ്യ, ഇറാൻ, മധ്യേഷ്യ എന്നിവയെ കടൽ, റെയിൽ, റോഡ് മാർഗം ബന്ധിപ്പിക്കാനുള്ള ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ഗതാഗത ഇടനാഴി വികസിപ്പിക്കുന്നതിന് കൂട്ടായ ശ്രമം നടത്താനും ഉച്ചകോടിയിൽ ധാരണയായി. ചെന്നൈ വ്ളാഡിവോസ്റ്റോക്ക് ഇടനാഴി, പസഫിക് അറ്റ്ലാന്റിക് സമുദ്രം വഴി റഷ്യൻ തീരത്തേക്കുള്ള നോർത്തേൺ സമുദ്രപാത എന്നിവ യാഥാർത്ഥ്യമാക്കാൻ കൂട്ടായ ശ്രമം നടത്താനും ഉച്ചകോടിയിൽ നരേന്ദ്രമോദിയും വ്ളാഡിമിർ പുടിനും തീരുമാനിച്ചു. ആരോഗ്യം, ഭക്ഷ്യസുരക്ഷ, ജനങ്ങൾ തമ്മിലുള്ള വിനിമയം, ഷിപ്പിംഗ് തുടങ്ങി വിവിധ മേഖലകളിലെ സഹകരണത്തിനും ഇരു രാജ്യങ്ങളും കരാറിൽ ഒപ്പുവച്ചു. റഷ്യൻ സഞ്ചാരികൾക്കായി 30 ദിവസത്തെ ടൂറിസ്റ്റ് വിസയും ഗ്രൂപ്പ് ടൂറിസ്റ്റ് വിസയും ഇന്ത്യ ഉടൻ നടപ്പാക്കുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വാനോളം പുകഴ്ത്തിയ വ്ളാഡിമിർ പുടിൻ മോദിയെപ്പോലൊരു നേതാവ് ഇന്ത്യയുടെ ഭാഗ്യമാണെന്നും പറഞ്ഞു. നരേന്ദ്രമോദി ജീവിക്കുന്നത് തന്നെ ഇന്ത്യയ്ക്ക് വേണ്ടിയാണെന്നും പുടിൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അഭിപ്രായപ്പെട്ടു. ഹൈദരാബാദ് ഹൌസിൽ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഇരു രാജ്യങ്ങൾക്കും നേട്ടമുണ്ടാകുന്ന തരത്തിലാണ് കരാറുകളും ചർച്ചകളെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. യുക്രൈനുമായുള്ള യുദ്ധം സമാധാനപരമായ മാർഗങ്ങളിലൂടെ അവസാനിപ്പിക്കണമെന്ന് വ്ളാഡിമിർ പുടിനോട് ആവശ്യപ്പെട്ടതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യയുടെ ഏറ്റവും വലിയ ആണവ വൈദ്യുത നിലയമായ കൂടംകുളം ആണവ വൈദ്യുത പദ്ധതി പൂർത്തിയാക്കാൻ റഷ്യ സന്നദ്ധമാണെന്ന് നരേന്ദ്രമോദിയുമായുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പുടിൻ അറിയിച്ചു. ആഗോള ശാക്തിക ബന്ധങ്ങളിൽ തുറന്ന സമീപനമാണ് തങ്ങളുടേതെന്ന് റഷ്യയുമായി ഉണ്ടാക്കിയ പുതിയ കരാറുകളിലൂടെ ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നു. ഈ നിലപാടാകട്ടെ ലോക സമൂഹത്തിന് മുന്നിൽ ഇന്ത്യയുടെ വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കുന്നതുമാണ്. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം. വികസന കുതിപ്പിന് ഇന്ധനം പകർന്ന് ഇന്ത്യ റഷ്യ ഉച്ചകോടി. തയ്യാറാക്കിയത് C. ചന്ദ്രശേഖരൻ, മാധ്യമപ്രവർത്തകൻ.